ഇത്തരത്തിലുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കുകയും ആയിരക്കണക്കിന് വരുന്ന ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുകയും ഇപ്പോൾ വന്ന് മൈക്ക് സെറ്റ് ഒരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ 10:30 തന്നെ മൈക്ക് ഓഫാക്കി ആ പ്രോഗ്രാം ഏത് പ്രോഗ്രാമാണ് നടന്നു വരുന്നത് അത് അവിടെ അവസാനിപ്പിക്കുക എന്ന അവസ്ഥയാണ്. അതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതിൽ ആ രീതിയിൽ ഹിന്ദുക്കൾ എല്ലാ കാലത്തും ചെയ്തതുപോലെ വിപ്ലവകരമായ ഏത് മാറ്റത്തിനും തയ്യാറാണ് ഈ സനാതനധർമ്മം അതിൻ്റെ പ്രചാരം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഹിന്ദു സമൂഹം ഇതെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറാണ്. പക്ഷേ ക്ഷേത്ര സങ്കല്പങ്ങളെയും ആചാരങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തെ തന്നെ ഏറ്റവും ദുഃഖിതരാക്കിക്കൊണ്ട് ഭക്തജനങ്ങളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഒക്കെ ചെയ്യുന്ന ഈ ഒരു ശ്രമം അത് കോടതി വിധികൾ വരുമ്പോൾ കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ അപ്പീൽ നൽകിക്കൊണ്ട് യഥാർത്ഥ വസ്തുത കോടതിയെ ബോധ്യപ്പെടുത്താൻ സമയാസമയങ്ങളിൽ ഗവൺമെന്റുകൾ പരാജയപ്പെടുന്നു. അത് ബോധപൂർവമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആക്ഷേപം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ നാരായണായ, നമോ ഭഗവതേ നാരായണായ, നാരായണായ വാസുദേവായ, നാരായണായ വാസുദേവായ, നാരായണായ വാസുദേവായ. നമസ്കാരം. നമുക്ക് ഏവർക്കും അറിയാം, കേരളത്തിൽ ബഹുമാനായ പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗമായ ഹൈന്ദവ ജനതയുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തച്ചു തകർക്കുകയും ആരാധനാ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളെ തകർക്കാനും വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ അനുദിനം ഓരോന്നോരോന്നായി നടപ്പാക്കിക്കൊണ്ട് വരികയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം, ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ പോലീസ് സേനയുടെ ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി കേരള സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് ഈ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാം, കാലങ്ങളായി നടന്നു വരുന്ന ഒരാചാരമാണ്. നമ്മുടെ കേരളത്തിലെ രാജഭരണം മാറി ജനാധിപത്യ ഭരണം വന്നപ്പോൾ ആ കൈമാറ്റം നടന്ന സമയത്ത് ഉണ്ടാക്കിയ ചില വ്യവസ്ഥകളും കരാറുകളുമുണ്ട്. ക്ഷേത്രങ്ങളിൽ നടന്നു വന്നിരുന്ന ആചാരങ്ങൾ അതേപടി നിലനിർത്തണം, സംരക്ഷിക്കണം, പരിപാലിക്കണം എന്ന വ്യവസ്ഥയോടുകൂടിയാണ് രാജഭരണം കൈമാറ്റം ജനാധിപത്യ ഭരണത്തിലേക്ക് മാറുമ്പോൾ കൊടുത്തത്. ആ ആചാരമാണ് കാലങ്ങളായി തുടർന്നു വന്നിരുന്നത്. അത് ഇപ്പോൾ ഇതാ പിണറായി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ ഗാർഡ് ഓഫ് ഓണർ നൽകാൻ പാടില്ല. ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല. നമ്മൾ കണ്ടു, ഗുരുവായൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആനയ്ക്ക് കുറി തൊടാൻ പാടില്ല. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ആനയ്ക്ക് കുറി തൊടുന്നതാണ് പ്രശ്നം. കോടതി അനവസരത്തിലും അനാവശ്യമായ ചില ഇടപെടലുകൾ നമ്മുടെ നീതിന്യായ കോടതികൾ നടപ്പാക്കുന്നുണ്ട്. കോടതി കണ്ടെത്തിയ ഏറ്റവും വലിയ കേരളത്തിലെ വിഷയമാണ് ആനയ്ക്ക് കുറി തൊടുന്നത്. ആ ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല. ഇനി അഥവാ എഴുന്നള്ളിക്കുകയാണെങ്കിൽ 9 മണിക്ക് മുമ്പ് എഴുന്നള്ളിച്ച് തീരണം. അതും 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണം. ആനയുടെ അടുത്തു നിന്നും ഭക്തജനങ്ങൾ നിൽക്കേണ്ടത് 8 മീറ്റർ അകലത്തിലായിരിക്കണം. ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ആചാരങ്ങൾ ഉത്സവങ്ങൾ നടത്താൻ പറ്റൂ. നമുക്കറിയാം, കഴിഞ്ഞ തൃശ്ശൂർ പൂരം തകർക്കാൻ വേണ്ടി സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് നടപടികൾ ഉണ്ടാക്കി. ഇപ്പോൾ അത്തരത്തിലുള്ള തൃശ്ശൂർ പൂരങ്ങളെയും ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളെയും തച്ച് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ഗൂഢനീക്കങ്ങളാണ് ഇത്തരത്തിലുള്ള ഉത്തരവിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നടപ്പാക്കാനാണ് കേരളത്തിലെ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും കൊച്ചി ദേവസ്വം ബോർഡായാലും ഗുരുവായൂർ ദേവസ്വമായാലും മലബാർ ദേവസ്വമായാലും ഈ ദേവസ്വം ബോർഡാണ്, സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന ദേവസ്വം ബോർഡും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ആചാര നിഷേധങ്ങൾക്കെതിരെയാണ്, ഇത്തരത്തിലുള്ള ധ്വംസനങ്ങൾക്കെതിരെയാണ്
ഭക്തജന കൂട്ടായ്മ ഇന്നിവിടെ കേരളത്തിലാകമാനം നാമജപ ഘോഷയാത്രയും ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും, ഇത് ഏതെങ്കിലും ഒരു വിഭാഗം ഭക്തജനങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല, കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളായ, ഈശ്വര വിശ്വാസികളായ മുഴുവൻ ഭക്തജനങ്ങളെയും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ഹിന്ദു സമൂഹ സനാതന ധർമ്മികളും ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ അണിചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു സമ്മേളനവും ചേരേണ്ടി വന്നതിൻ്റെ സാഹചര്യം ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും എനിക്ക് പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്കെല്ലാം അതിനെ സംബന്ധിച്ച് നല്ല ധാരണയുള്ളവരാണ്. ഇവിടെ ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തുമാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എന്നെ കേൾക്കുന്ന ഭക്തജനങ്ങൾ, ഈ ക്ഷേത്രത്തിൽ അനവധി ഭക്തജനങ്ങൾ വന്നു പോകുന്നുണ്ട്. ശബരിമല തീർത്ഥാടകന്മാർ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തന്മാർ ശബരിമലയിൽ പോകുന്നുണ്ട്. ഭാരതത്തെയും കേരളത്തെയും സംബന്ധിച്ചിടത്തോളം ദശലക്ഷക്കണക്കിന് ഹിന്ദു ഭക്തന്മാർ ഉണ്ടായിട്ടും ഹിന്ദു എന്ന് പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനി എന്ന് പറയാനും മുസ്ലിമിന് മുസ്ലിം എന്ന് പറയാനും അവർക്ക് മതേതരം ആകേണ്ടതില്ല, ഹിന്ദു മതേതരനാകണം. അതുപോലെ തന്നെ ക്രിസ്ത്യാനിയുടെയും ഇസ്ലാം വിഭാഗക്കാരുടെയും ഒക്കെ ആചാരങ്ങൾ സംരക്ഷിക്കാനും അതിനുവേണ്ടി നിയമനിർമ്മാണങ്ങൾ നടത്താനും സർക്കാരുകളും കോടതികളും മത്സരിക്കുകയാണ്. പക്ഷേ ഹിന്ദുവിനെ വേർപെടുത്താനും ഹിന്ദു എന്ന് പറയുന്ന ആ സംജ്ഞ, ആ ഒരു സംസ്കാരത്തെ തകർക്കുവാനും സർക്കാരുകൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോടതികൾ പോലും മത്സരിക്കുകയാണോ എന്ന് തോന്നുകയാണ്.